മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലെസൺ 2 സെക്കൻഡറി മാർക്കറ്റ് ഇൻ ഇന്ത്യ. അതാണ് ലെസൺ 2 വരുന്നത്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്ന് തന്നെ ആദ്യം നോക്കാം. സെക്കൻഡറി മാർക്കറ്റ് ഈസ് എ പ്ലാറ്റ്ഫോം വെയർ ദ ഷെയർസ് ഓഫ് ദി കമ്പനീസ് ആർ ട്രേഡഡ് അമംഗ് ഇൻവെസ്റ്റേഴ്സ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഫ്രീലി ബൈ ആൻഡ് സെൽ ഷെയർസ് വിത്തൗട്ട് ദി ഇന്റർവെൻഷൻ ഓഫ് ഇഷ്യൂയിങ് കമ്പനി. അതായത് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയുള്ള ഷെയർ ട്രേഡ് ചെയ്യപ്പെടുന്ന ആ മാർക്കറ്റിനെയാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ മാർക്കറ്റിലൂടെ ഷെയർ സെല്ല് ചെയ്യുമ്പോഴത്തേനും അല്ലെ ബൈ ചെയ്യുമ്പോഴത്തേനും കമ്പനിയായിട്ട് നേരിട്ടല്ല, ഒരു ഇൻവെസ്റ്റർ മറ്റൊരു ഇൻവെസ്റ്ററുടെ നിന്ന് ഷെയർ വാങ്ങിക്കുന്നോ അല്ലെ വിൽക്കുകയോ ചെയ്യുന്നത് രണ്ട് ഇൻവെസ്റ്റേഴ്സ് തമ്മിലുള്ള ഡീലിംഗ് ആണ് നടക്കുന്നത്. നേരിട്ട് കമ്പനി ആയിട്ടല്ല, ഷെയർ ഇഷ്യൂ ചെയ്ത കമ്പനിയായിട്ട് അതിൽ നേരിട്ടുള്ള ഇത് വരുന്നില്ല. The secondary market is a financial marketplace where securities which have been issued already they are traded among investors. അതായത് പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസ് പിന്നീട് ട്രേഡ് ചെയ്യുന്നതാണ് സെക്കൻഡറി മാർക്കറ്റ്. അത് IPOയ്ക്ക് ഇഷ്യൂ ചെയ്ത ഷെയറുകൾ ചില സെക്യൂരിറ്റീസ് IPOയ്ക്ക് ശേഷം ഫസ്റ്റ് ടൈം ഇഷ്യൂ ചെയ്ത ശേഷം, അതായത് എക്സ് എന്ന് പറയുന്ന കമ്പനി എ എന്ന് പറയുന്ന ഷെയർ ഹോൾഡർക്ക് ഫസ്റ്റ് ടൈം IPO വഴി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ആ എ എന്ന് പറയുന്ന ആൾ ബിക്ക് സെല്ല് ചെയ്യുന്നതാണ് സെക്കൻഡറി മാർക്കറ്റിലെ സെയിൽ എന്ന് പറയുന്നത്. കമ്പനി നേരിട്ട് എക്ക് കൊടുക്കുന്ന, എക്സ് എന്ന് പറയുന്ന കമ്പനി എക്ക് സെല്ല് ചെയ്യുന്നത് IPO ആണ്, പ്രൈമറി മാർക്കറ്റിലുള്ള ട്രാൻസാക്ഷൻ ആണ്. ദീസ് ട്രാൻസാക്ഷൻ occur on recognized stock exchange like the National Stock Exchange NSE or BSE through over the counter or trading platform. BSE NSE ത്രൂ ആണ് കൂടുതലായിട്ട് ഇത് ട്രേഡുകൾ നടത്തപ്പെടുന്നതെന്നാണ് പറയുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ, ഇതാണ് രണ്ട് മെയിൻ എക്സ്ചേഞ്ചുകൾ, ഇന്ത്യയിലുള്ള മെയിൻ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ഇതിലാണ് എല്ലാ ഷെയർസും കൂടുതലായി ട്രേഡ് ചെയ്യപ്പെടുന്നത്. The secondary market perform the following important functions. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. It provides a platform for investors to buy and sell securities once the securities have been issued. അതായത് ഇഷ്യൂ ചെയ്ത സെക്യൂരിറ്റീസിന് സെല്ല് ചെയ്യാനും ബൈ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ ഡിറ്റർമൈൻ ദ ഫെയർ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ് ബേസ്ഡ് ഓൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് സെക്യൂരിറ്റീസിൻ്റെ ഫെയർ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്തു വരുന്നു. ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റേഴ്സ്, അതായത് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് വിറ്റ് ക്യാഷ് ആക്കാനായിട്ട് പറ്റും. മൊബിലൈസ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ചാനലൈസിങ് ഫണ്ട്സ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് ടു കമ്പനീസ്. അതായത് ഒരു സേവിങ്സ് കറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് റൂട്ട് ചെയ്യുന്നു. Reduce the risk of investing by providing regulated market that is transparent. അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് അതോറിറ്റീസ് സെബി റെഗുലേറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ലോസ് അധികം വരാത്ത രീതിയിലുള്ള പ്രോപ്പർ ഗവൺമെൻറ് റെഗുലേറ്ററി ഇടുന്ന അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. To provide a platform for companies to expand their value based on market sentiment towards its performance. കമ്പനിയുടെ പെർഫോമൻസ് മാർക്കറ്റിൽ എങ്ങനെയാണ് അതനുസരിച്ച് കമ്പനിയുടെ വാല്യൂ അഡീഷൻ ഉണ്ടാവും. എൻകറേജ് കോർപ്പറേറ്റ് ഗവേണൻസ് ബൈ ഇൻക്രീസിങ് ട്രാൻസ്പെറൻസി അമംഗ് ലിസ്റ്റഡ് കമ്പനി. അതായത് പ്രോപ്പർ കോർപ്പറേറ്റ് ഗവേണൻസ് ആയിരിക്കും. അതായത് എല്ലാ കാര്യങ്ങളും, എല്ലാ ഡ്യൂ ഡിലിജൻസും കമ്പനി ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ചെയ്യുന്നു. പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് ബൈ പ്രൊവൈഡിങ് എ മെക്കാനിസം ഫോർ അലോക്കേറ്റിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻ്റ്ലി. അത് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു, രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു. ഇതാണ് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ്, സെക്കൻഡറി മാർക്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്താണെന്ന് നോക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ സെർവ്സ് ആസ് എ മാർക്കറ്റ് വെയർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ലൈക്ക് സ്റ്റോക്ക്, ബോണ്ട് ആൻഡ് അതർ കമ്മോഡിറ്റീസ് ആർ ട്രേഡഡ്. It is a platform where buyers and sellers come together to trade financial tools during specific hours of any business day while adhering to SEBI well-defined guidelines. അതായത് നേരത്തെ പറഞ്ഞ BSE NSEയിൽ ആൾക്കാർ ട്രേഡ് ചെയ്യാൻ സ്പെസിഫിക് ടൈം, ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം, നോർമലി 9:30 to 3:30 ആണ് ട്രേഡ് നടക്കുന്നത്. ആ ടൈമിൽ ട്രേഡ് ചെയ്യാനായിട്ട്, അതും മാർക്കറ്റ് ഡേയ്സ്, സാറ്റർഡേ സൺഡേ ഇല്ല, മൺഡേ ടു ഫ്രൈഡേ ഉള്ളൂ, പിന്നെ വേറെയുള്ള പബ്ലിക് ഹോളിഡേയ്സിലും ഇല്ല. അങ്ങനെയാണ് സ്പെസിഫിക് അവേഴ്സ് ഓഫ് ബിസിനസ് ഡേ വൈൽ അഡ്ഹിയറിംഗ് ടു സെബി. അത് സെബി പറയുന്ന റെഗുലേഷൻസ്, റൂൾസ് പ്രകാരം അല്ലെ അവരുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ട്രേഡ് ചെയ്യപ്പെടുന്നു. ട്രേഡ് നടത്താനായിട്ട് വരുന്ന ഒരു പ്ലാറ്റ്ഫോം. Stock exchange is an organized security market, provide marketability and price continuity for shares and help in a fair evaluation of securities in terms of their intrinsic worth. Thus it help orderly flow and distribution of saving between different type of investment. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിനെ
മൊബിലൈസ് ചെയ്യുന്നു, ചാനലൈസ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ആണ് ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ടൊരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ആകും, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർക്ക് കമ്പനിയിൽ നിന്ന് റിട്ടേൺ ആവാം. അത് ഡിവിഡൻഡ് ആവാം, ബോണസ് ആവാം, റൈറ്റ് ഷെയർസ് ആവാം, അല്ലെങ്കിൽ ഷെയർ പ്രൈസ് അപ്രിസിയേഷൻ ആവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി കൂടുന്നു. കമ്പനിക്ക് കൂടാണ്ട് കമ്പനിയുടെ വാല്യൂ അഡീഷനും വരുന്നു. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ മാർക്കറ്റ് പ്രൈസ് കൂടുന്നു. അതുമൂലം ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സിനും ഗ്രോത്ത് കിട്ടുന്നു. ഇൻവെസ്റ്റ്മെൻറ്റിൽ വാല്യൂവിൽ അപ്രിസിയേഷൻ ഉണ്ടാകുന്നു. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയെന്നുള്ള പ്രധാനപ്പെട്ട 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE ലിമിറ്റഡ്, ഫോർമേർലി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. This particular stock exchange was established in 1875 at Mumbai, Dalal Street. വേൾഡ്സ് 10th ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണിത്. ഏഷ്യയിലെ ഏറ്റവും പഴയ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE ലിമിറ്റഡും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ NSE 1992 മുംബൈയിൽ ചെയ്തതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. Main role of stock exchanges: act as a continuous market for securities, responsible for securities evaluation, mobilize saving, enable healthy speculation, protect interest of investors, ensure liquidity, act as an economic barometer, attract foreign capital, exercise vigilance and control on companies, safety of capital and fair dealing, and regulate company management. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഒരു റെഗുലേറ്ററി ബോഡിയാണ്. കമ്പനിയുടെ ലിസ്റ്റഡ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന ഒരു ബോഡി തന്നെയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സെബിയുടെ അണ്ടറിൽ വരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചും കമ്പനികൾക്ക് അഡ്വൈസ് കൊടുക്കുന്നതാണ്. അത് ഓരോ കംപ്ലയിൻസ് ഉണ്ട്, ഓരോ ഡ്യൂ ഡിലിജൻസ് ചെയ്യേണ്ട ടൈം പീരീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഇമ്പോർട്ടൻസ്, സെക്കൻഡറി മാർക്കറ്റിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ച പോലെ തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. റോൾ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പ്രൊട്ടക്ട് ദ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ലോസ് വരാണ്ട് സംരക്ഷിക്കുക എന്നുള്ളതല്ല, കമ്പനിയുടെ ഒരു മാൽ പ്രാക്ടീസ് മൂലം ഇൻവെസ്റ്റേഴ്സിന് ലോസ് വരാത്ത രീതിയിൽ അത് ക്യാപ്പിംഗ് ഉണ്ട്. ഒരു ദിവസം ഒരു ഷെയർ 1000 rupees ഉള്ള ഒരു ഷെയർ ആ കമ്പനിക്ക് എത്ര വലിയ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു മോശം കാര്യം സംഭവിച്ചാലും ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് 1000 0 ആകത്തില്ല ഷെയർ പ്രൈസ്. അതിനവരൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട്, ലോവർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്ര നല്ലത് സംഭവിച്ചാലും ഒറ്റയടിക്ക് 1 രൂപയിൽ ഒരു ക്വാണ്ടം ജമ്പായിട്ട് 1000 100 അങ്ങനെ ആവില്ല. അത് ഒരു പെർസെൻറ്റേജ് വെച്ചിട്ടുണ്ട് അപ്പർ സർക്യൂട്ട്, അത്രയും വരെ മാക്സിമം പോവുള്ളൂ, അതിന് മേളിൽ പോകില്ല. അതായത് അപ്പർ സർക്യൂട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിക്കുന്ന ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു സെല്ലേഴ്സും ഇല്ല എന്നാണ്. ലോവർ സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ ബയേഴ്സ് ആരും ഇല്ല, ആരും ഷെയർ വാങ്ങിക്കാനില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഓവർസീ ചെയ്യുന്ന സെബി ആക്ട് 1992, കമ്പനീസ് ആക്ട്, സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട്. സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് ഡീപ്പായിട്ട് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ഡിപ്പോസിറ്ററീസ് ആക്ട് 90, അതും സെപ്പറേറ്റ് ചാപ്റ്റർ വരുന്നുണ്ട്. Regulation 14 of SEBI Listing Obligation and Disclosure Requirement Regulation 2015 stipulate that except in case of transmission or transposition of securities, request for effecting transfer of securities shall not be processed unless the securities are held in dematerialized form with the depository. അതായത് ലിസ്റ്റിംഗ് ഒബ്ലിഗേഷൻ ഡിസ്ക്ലോഷർ LODR, SEBI LODRന്റെ റെഗുലേഷൻ 40 പ്രകാരം ഷെയർസ് എല്ലാം ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലായിരിക്കണം എന്ന് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ എന്ന്. അല്ലെ ഷെയറിൻ്റെ ട്രാൻസ്ഫറുകൾ, പുതിയ ട്രാൻസ്ഫറുകൾ അത് ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ മാത്രമല്ല, അത് ഫിസിക്കൽ പറ്റില്ല എന്ന്. അത് ഫിസിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കൺസെപ്റ്റ് ഉണ്ടാവരുതെന്ന്. എക്സെപ്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ് എന്ന് പറയുന്ന ആള് ഷെയർ ഹോൾഡ് ചെയ്യുന്നു, ആളുടെ ഡെത്തിന് ശേഷം, ഡിമേഴ്സിന് ശേഷം ആളുടെ ലീഗൽ ഷെയർ ക്ലെയിം ചെയ്യുമ്പോൾ ആൾക്ക് കൊടുക്കുന്ന പ്രൊസീജിയറിനെയാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതുപോലെ ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഹോൾഡർ ജോയിന്റ് ഹോൾഡിംഗ് ആണ്, 1 2 3 3 പേര് ജോയിന്റ് ഹോൾഡിംഗ് ആണ്. ഫസ്റ്റ് ഹോൾഡർ എന്ന് പറയുന്ന എക്സ്, സെക്കൻഡ് ഹോൾഡർ വൈ, തേർഡ് ഹോൾഡർ പറയുന്ന ഇസഡ്. ഇപ്പോൾ ഇസഡിനെ ഫസ്റ്റ് ഹോൾഡർ ആക്കുന്ന ആ പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഓർഡറിൽ മാറ്റുന്നതാണ് ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത്.
ട്രാൻസ്മിഷൻ എന്ന് പറയുന്നതൊക്കെ ഷെയർ ഹോൾഡറുടെ ഡെത്തിന് ശേഷം ലീഗൽ ഹെയർ ക്ലെയിം ചെയ്ത് ലീഗൽ ഹെയറിന് ഷെയർ കൊടുക്കുന്ന പ്രൊസീജിയറാണ് ട്രാൻസ്മിഷൻ. ഈ രണ്ട് കാര്യത്തിനൊഴികെ വേറെ ഒന്നിനും ഷെയർസ് ഫിസിക്കലായിട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല, ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. എല്ലാം ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലായിരിക്കണമെന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് അമെൻമെൻറ്റുകൾ പ്രകാരം അത് എല്ലാ ഷെയറുകളും ഡീമെറ്റലൈസ്ഡ് ഫോമിൽ മാത്രമേ ഇഷ്യൂ ഉള്ളൂ. ഈ ട്രാൻസ്മിഷൻ ആണെങ്കിലും ഷെയർസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യില്ല. അതിന് പകരം ലെറ്റർ ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ലെറ്ററാണ് സെക്യൂരിറ്റി ഹോൾഡർക്ക് കൊടുക്കുന്നത്. ആ സെക്യൂരിറ്റി ഹോൾഡർ ആ ലെറ്റർ ഓഫ് കൺഫർമേഷൻ 120 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഡിപ്പോസിറ്ററിയിൽ, അക്കൗണ്ടുള്ള ഡിപ്പോസിറ്ററിയിൽ കൊടുത്ത് ഡിമാറ്റ് ഫോമിലാക്കണം. ഇല്ലെങ്കിൽ കമ്പനിയുടെ ഏത് കമ്പനിയാണോ അതിൻ്റെ സസ്പെൻസ് എസ്ക്രോ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർ മാറ്റപ്പെടും. അതുകൊണ്ട് ഫിസിക്കലുള്ള സെക്യൂരിറ്റീസ് ഇരിക്കുന്നവരുടെ റിക്വസ്റ്റുകളെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് അത് ലെറ്റർ ഓഫ് കൺഫർമേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പേര് തിരുത്തുന്ന കാര്യമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മിഷൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മൈനറായിട്ടിരുന്ന ഷെയർ മേജറായി കഴിയുമ്പോൾ മൈനർ ടു മേജർ കൺവേർഷൻ ആയി കഴിഞ്ഞാലോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത് ഡിമാറ്റിലേക്ക് വരാനായിട്ട് ലെറ്റർ ഓഫ് കൺഫർമേഷൻ ആണ് കൊടുക്കുന്നത്. ഫിസിക്കലായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് സെബി നിർത്തി. Every holder of securities of an unlisted public company who intend to transfer such securities on or after 2nd October 2080 shall get such securities dematerialized before the transfer, or who subscribe to any securities of an unlisted public company or on after 2nd October 2000 shall ensure that all his existing securities are in dematerialized form before such subscription. അതായത് ഈ പറഞ്ഞ ഡേറ്റ് തൊട്ടിട്ട് ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂവൻസ് നിർത്തിയെന്ന്. ഒരു കമ്പനിക്കും ഫിസിക്കലായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, എല്ലാം ഡിമാറ്റീരിയലൈസ്ഡ് ഫോമിലായിരിക്കണം എന്ന്. അത് പേപ്പർ രൂപത്തിലുള്ള കടലാസ് ഓഹരികളെല്ലാം ഡിമാറ്റീരിയലൈസ്ഡ് ഫോം. അതായത് നമ്മൾ ഫിസിക്കൽ കറൻസി ബാങ്കിൽ കിടക്കുന്ന ഫണ്ട് പോലെ. അതാണ് ഡിമാറ്റീരിയലൈസ്ഡ് ഫോമും ഫിസിക്കലായിട്ടുള്ള സെക്യൂരിറ്റീസും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഫിസിക്കൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കറ്റ് രൂപത്തിൽ ഒരു ABC ലിമിറ്റഡിൻ്റെ 10 ഷെയർ, ABC ലിമിറ്റഡ് ഷെയറിൽ എത്ര ഷെയർ ഉണ്ടെന്ന് എഴുതും, എത്രയാണ് ഫേസ് വാല്യൂ എന്ന് എഴുതും, എത്ര പേഡപ്പ് ഉണ്ടെന്ന് എഴുതും, അതിൽ ഷെയർസിൻ്റെ നമ്പർ എഴുതും, ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പർ എത്രയാണെന്നുള്ളത്. ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പർ എന്ന് വെച്ചാൽ ഒരു നമ്പർ, ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഷെയറിൻ്റെ സീക്വൻഷ്യൽ നമ്പറാണ്. ഇപ്പം 000001 ടു 10 ഷെയറാണ് എനിക്കാണെങ്കിൽ 00000010. അത് എത്ര ഡിജിറ്റ് വേണമെങ്കിൽ അതനുസരിച്ച് സീറോസിൻ്റെ ഇത് എണ്ണം കൂടും. അല്ലെങ്കിൽ 1 to 10 നെക്സ്റ്റ് ഡിസ്റ്റിങ്ക്റ്റീവ് നമ്പർ അടുത്ത സർട്ടിഫിക്കറ്റിൽ വരുന്നത് 10 to 20 ആയിരിക്കും. അങ്ങനത്തെ പിന്നെ ഓരോ സർട്ടിഫിക്കറ്റിനും അതിൻ്റെതായ നമ്പറുണ്ട്. Listed securities of a company which have been signed the listing agreement with the stock exchange are traded as listed security in the exchange. Listed securities എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും എക്സ്ചേഞ്ച് ആയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്ത്, ഇപ്പോൾ NSEയിലാണ് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നതെങ്കിൽ NSEയിൽ ലിസ്റ്റ് ചെയ്ത് അത് BSEയിലും ട്രേഡ് ചെയ്യപ്പെടും. ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ് NSE ആയിട്ട് മാത്രമായിരിക്കുന്നുള്ളൂ. അതാണ് ലിസ്റ്റഡ് സെക്യൂരിറ്റി. BSE NSEയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. അല്ലാത്തതെല്ലാം പബ്ലിക് കമ്പനിയുടെ ഷെയർസ് ആണ്, നമുക്ക് BSE NSE ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പെർമിറ്റഡ് സെക്യൂരിറ്റീസ് ടു ഫെസിലിറ്റേറ്റ് ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റ് ടു ട്രേഡ് ഇൻ സെക്യൂരിറ്റീസ് ഓഫ് സച്ച് കമ്പനീസ് which are actively traded at other stock exchange in India but are not listed on an exchange. Trading in such securities is facilitated as permitted securities provided they meet relevant norms specified by the stock exchange. ഈ BSE NSE അല്ലാണ്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തപ്പെട്ടുള്ള സ്റ്റോക്ക് സെക്യൂരിറ്റീസ് സ്പെസിഫിക് നോംസ് എല്ലാം മീറ്റ് ചെയ്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുന്ന കണ്ടീഷൻ എല്ലാം ഇത് മാത്രമാണ് പെർമിറ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. An exchange traded fund, as ETF, is a security that track an index, commodity, bonds, or a basket of asset like an index fund and is traded in the securities market. In simple word, ETF are funds that track index such as Sensex, Nifty, etc. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർസിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് നിഫ്റ്റി, സെൻസെക്സ്. BSEയുടെ ആണ് സെൻസെക്സ്. നിഫ്റ്റി എന്ന് പറയുന്നത് NSEയുടെ ആണ് നിഫ്റ്റി. NSEയിലുള്ള ഷെയറിൻ്റെ മൂവ്മെൻറ്റുകൾ
അല്ലെ NSE ടോട്ടൽ ഷെയറിന്റെ ഗ്രോത്ത് എങ്ങനെയാണോ അതനുസരിച്ച് നിഫ്റ്റിയുടെ മൂവ്മെന്റ്. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ നിഫ്റ്റി ഡൗൺ ആയിരിക്കും, മാർക്കറ്റ് അപ്പ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇതാണത്. അപ്പൊ അതുപോലെ നമുക്ക് ഈ സെൻസെക്സും ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെ നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നിഫ്റ്റി കൂടുമ്പോൾ നമുക്ക് ഷെയർ അപ്രിസിയേഷൻ, നിഫ്റ്റി കുറയുമ്പോൾ ഷെയർ ഡിപ്രിസിയേഷൻ. അതിനാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഇസ് എ സെക്യൂരിറ്റി. ആ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഈ ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ്. When any investor buys shares or unit of exchange traded fund, he buys shares or unit of a portfolio that track the performance of the index. Exchange traded fund just reflect the performance of index they track. അത് BSE അല്ല നിഫ്റ്റി 50, നിഫ്റ്റി 100 അങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും. ടോപ്പ് 50 ആയിരിക്കും അതിലെടുത്തിട്ടുണ്ടാവുക. ടോപ്പ് 50യുടെ മൂവ്മെന്റ് അനുസരിച്ചായിരിക്കും ആ നിഫ്റ്റിയുടെ മൂവ്മെന്റ്, അല്ലെ ടോപ്പ് 100ന്റെ ഇതനുസരിച്ചായിരിക്കും, ടോപ്പ് 250യുടെ ഇതനുസരിച്ച്. അങ്ങനെ ഓരോ ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോ സ്റ്റോക്കുകളുണ്ട്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. Unlike regular mutual fund, exchange traded fund like a common stock on the stock exchange, and the price on exchange changes as per the trading in the market. അതായത് മ്യൂച്വൽ ഫണ്ടിന്റെ പോലത്തെ പ്രൈസിങ് അല്ല, അതായത് ഒരു ലംസം ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനത്തെ സ്കീം അല്ല. മറ്റു ഷെയറുകൾ പോലെ തന്നെ അതിനൊരു പർട്ടിക്കുലർ പ്രൈസ് മാർക്കറ്റിലുണ്ട്, അത് വെച്ചിട്ടാണ് ഇത്. അപ്പം BSE NSE ഒക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണ് അതിൽ പോയിട്ട് നമ്മൾ പേര് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും ഓരോ ഇത്. The trading value of an exchange traded fund depend on the net asset value of the underlying stock that it represents. Exchange traded fund generally have higher daily liquidity and lower fee than mutual fund scheme. അതായത് ലിക്വിഡിറ്റി കൂടുതലായിരിക്കും, അപ്പോൾ നമുക്ക് പറ്റിയത് ക്യാഷ് ആക്കാൻ പറ്റും. ഡെറിവേറ്റീവ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിറൈവ്ഡ് ദ വാല്യൂ ഫ്രം ആൻ അണ്ടർലൈങ് അസറ്റ്. ഒരു പർട്ടിക്കുലർ സാധനം വെച്ചിട്ട് അതിന്റെ വാല്യൂ ആയിരിക്കും എടുക്കുന്നത്, അതാണ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് that derive its value from an underlying asset. This underlying asset can be stock, ഷെയർസിന്റെ ഒരു ഗ്രൂപ്പ്, അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ആവാം, ബോണ്ട് ആവാം, കറൻസി ആവാം, കമ്മോഡിറ്റി ആവാം, മെറ്റൽ ആൻഡ് ഈവൻ ഇൻടാഞ്ചിബിൾ അസറ്റ് ലൈക്ക് സ്റ്റോക്ക് indices. Derivative can be of different type like future, option, swap, cap, floor, plus etc. The most popular derivative instrument are future and option. ഫ്യൂച്ചർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ വില കുറയുമ്പോൾ ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഫിക്സ് ചെയ്യുന്നത്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ നേരെ റിവേഴ്സ് പ്രൊസീജിയർ. കറൻസി ഡെറിവേറ്റീവ് ആർ ഫിനാൻഷ്യൽ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ ഇൻവോൾവിംഗ് ദ എക്സ്ചേഞ്ച് ഓഫ് ടു കറൻസീസ് അറ്റ് ഫ്യൂച്ചർ ഡേറ്റ് and at a stipulated rate. Commodity derivative is a physical good attributed to natural resources that are tradable and supplied without substantial differentiation by the general public. Book closure and record date. Book closure is a period of closure of register of members and transfer of the company. Take the record of the shareholders to determine their entitlement to dividend or bonus or right shares or any other rights pertaining to. Record date is a date on which records of the companies are closed for the purpose of determining stockholders whom dividend proxy etc. ഇത് കമ്പനീസ് ആക്ടിന്റെ സെക്ഷനാണ്. നമ്മളത് കമ്പനീസ് ആക്ടിൽ പഠിച്ചിട്ടുണ്ടാവും. ബുക്ക് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേ വെച്ചിട്ട് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് എടുക്കുന്നത്. ആ കട്ട് ഓഫ് ഡേറ്റിനുള്ള ബെനിഫിഷ്യറി പൊസിഷൻ എടുക്കും. കമ്പനിയുടെ ബെനിഫിഷ്യറി പൊസിഷൻ ഡിപ്പോസിറ്ററികളിൽ നിന്ന് എടുത്തിട്ട് ആ ഡേറ്റിൽ ആരൊക്കെ ഷെയർ ഹോൾഡർ ആയിട്ടുണ്ടോ അവർക്കായിരിക്കും ഈ ബെനിഫിറ്റ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പിറ്റേ ദിവസം ഷെയർ വാങ്ങിയിട്ട് കാര്യമില്ല. ഇപ്പൊ 1-ാം തീയതി ആയിരിക്കും കട്ട് ഓഫ് എടുത്തിരിക്കുന്നത്, പക്ഷെ ബെനിഫിറ്റ് ഈ പറയുന്ന ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്ന 20-ാം തീയതി ആയിരിക്കും. 20-ാം തീയതി എൻ്റെ ഷെയർ ഉണ്ടായിട്ട് കാര്യമില്ല, അല്ല 1-ാം തീയതി കഴിഞ്ഞിട്ട് ഏത് ദിവസം ഷെയർ ഉണ്ടായിട്ടും കാര്യമില്ല. 1-ാം തീയതി എൻ്റെ കയ്യിൽ ഷെയർ ഉണ്ടാവണം, ആ കട്ട് ഓഫ് ഡേറ്റിന് ഷെയർ ഉണ്ടാവണം. അതാണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് എടുക്കുന്നത്. ബുക്ക് ക്ലോഷർ എന്ന് പറഞ്ഞാൽ അന്നേരം ആ ദിവസത്തിന് ശേഷം ഈ ആക്ഷൻ കഴിയുന്നോണം വരെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അഡീഷൻ ഡിലീഷൻസ് നടത്തില്ല, ട്രാൻസ്പോസിഷൻ മുതലായ പ്രൊസീജിയറുകളൊന്നും ചെയ്യില്ല. പ്രീറിക്വിസൈറ്റ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ, ഒന്ന് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് വേണം,
ട്രേഡിംഗ് അക്കൗണ്ട് വേണം, ഡിമാറ്റ് അക്കൗണ്ട് വേണം. അത് ബാങ്ക് അക്കൗണ്ട് ജനറൽ ബാങ്ക് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് എന്നും ഡിമാറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ DP യിൽ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് സെയിം, രണ്ടും ഒരു അക്കൗണ്ട് തന്നെയാണ്. ബൾക്ക് ഡീൽ, ബ്ലോക്ക് ഡീൽ. ബൾക്ക് ഡീൽ എന്ന് വെച്ചാൽ ഇതൊക്കെ 3 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബൾക്ക് ഡീൽ എന്ന് പറഞ്ഞാൽ ബൾക്ക് ഡീൽ മീൻസ് ട്രാൻസാക്ഷൻ ഇൻ സെക്യൂരിറ്റീസ് വെയർ ടോട്ടൽ ക്വാണ്ടിറ്റി ബ്രോട്ട് ഓർ സോൾഡ് ഈസ് മോർ ദാൻ 0.5% of the number of equity shares of the company listed on the stock exchange. അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ 0.5% നമ്പർ ഓഫ് ഷെയർസ് കൂടുതലാണെങ്കിൽ അത് ബൾക്ക് ഡീലാണ്. അത് വിൽക്കലാകാം, വാങ്ങലാകാം. ബ്ലോക്ക് ഡീൽ മീൻസ് trade transaction with a minimum quantity of 5 lakh shares or minimum value of 5 crore. ആ 5 കോടിയുടെ ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ 5 ലക്ഷം ഷെയർസിന്റെ ട്രാൻസാക്ഷനോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടത്തി കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ഡീലോ. FAQ on സെക്കൻഡറി മാർക്കറ്റ്. എന്താണ് സെക്കൻഡറി മാർക്കറ്റ് എന്നുള്ള FAQ ആണ്. അപ്പോൾ ഈ പ്രസന്റേഷൻ വേണ്ട ഒരു വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ മെയിൽ ID കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിലിലേക്ക് അയച്ചു തരാമെന്നാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ്? പ്രധാനമായിട്ട് എക്സാമിനൊക്കെ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈമറി മാർക്കറ്റ് എന്താണ്, സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു. വാട്ട് ഈസ് STT, സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് നോക്കാം. Is a tax being levied on all transactions done on the stock exchange at a rates prescribed by the central government from time to time. നമ്മൾ ഷെയർ വിൽക്കുക വാങ്ങുക ചെയ്യുന്ന GSTക്ക് പകരം അതിൽ വരുന്നതാണ്. ഷെയർ വിൽപ്പന വാങ്ങൽ നടത്തുമ്പോൾ അതിൽ വരുന്ന ടാക്സ് ആണ് സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. റേറ്റ് ഫിക്സ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ്. വാട്ട് ഈസ് മാർജിനൽ ട്രേഡിംഗ് ഫെസിലിറ്റി? അതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫോർ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷെയർ നമുക്ക് വാങ്ങണം. നമ്മുടെ കയ്യിൽ അപ്പോൾ കമ്പനിക്ക് ഷെയറിൻ്റെ വാല്യൂ 100 റുപ്പീസ് ആണെങ്കിൽ 100 റുപ്പീസ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ 100 റുപ്പീസേ ഉള്ളൂ. ഷെയറിൻ്റെ പ്രൈസ് 100 റുപ്പീസാണ്. അപ്പോൾ ശരിക്കും നമുക്ക് അതായത് ഒരു ഷെയർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ മാർജിൻ ഫെസിലിറ്റി നമ്മുടെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് തരും. അതായത് അതിൻ്റെ 80% വാല്യൂ ഡിപ്പോസിറ്ററി കൊടുക്കും, 20% വാല്യൂ നമ്മളോട് ഇട്ടാൽ മതി എന്ന് പറയും. ആ വാല്യൂ ഫോർ എക്സാമ്പിൾ ആണ്, എക്സാക്ട് 20 അല്ല. അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത് ടോട്ടൽ ഒരു ദിവസത്തെ പ്രഡിക്റ്റഡ് ലോസ് വരുന്ന രീതിയിലാണ് അതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 20 രൂപ വെച്ചിട്ട് 100 രൂപയുടെ 5 ഷെയർ വാങ്ങിക്കാൻ പറ്റും. ബാക്കി 80% ഫണ്ട് ഇവർ തരും മാർജിൻ്റെ ആയിട്ട്. പക്ഷെ അത് ഇൻട്രാഡേ ട്രേഡ് ആയിരിക്കും. അതായത് വിത്തിൻ ദ ഡേ, ആ ഡേയ്ക്കുള്ളിൽ തന്നെ ഇൻട്രാഡേ ട്രേഡ് ആയതുകൊണ്ട് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് 10 മിനിറ്റ് മുന്നേ നമ്മൾ അതിൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ബൈ ആണെങ്കിൽ നമ്മൾ സെല്ല് ചെയ്തിരിക്കണം. അത് ഇൻകേസ് നമ്മൾ സെല്ല് ചെയ്തില്ലെങ്കിൽ ഡിപ്പോസിറ്ററി തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഷെയർസ് സെല്ല് ചെയ്യും. ആ പ്രോസസ്സാണ് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ഷോർട്ട് സെല്ലിംഗ്? ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഷെയർ വിൽക്കുന്നു. അത് ഇപ്പോൾ ഒരു ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഷെയർ എൻ്റെ കയ്യിൽ ആക്ച്വലി ഇല്ല. ഞാനിപ്പോൾ ഒരു 100 ഷെയർ അന്നേരത്തെ മാർക്കറ്റ് പ്രൈസ് ഒരു 50 രൂപ, ഫോർ എക്സാമ്പിൾ കേട്ടോ, 50 രൂപ മാർക്കറ്റ് പ്രൈസിന് ഞാനൊരു 100 ഷെയർ അങ്ങോട്ട് വിൽക്കുന്നു. എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഷെയർ വിറ്റു. അതിനുശേഷം അതിന് വില കുറഞ്ഞ് ഈ 45 രൂപ എത്തി. അപ്പം ഞാൻ ആ 45 രൂപയ്ക്ക് ആ വിറ്റ 100 തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പം ആക്ച്വലി എൻ്റെ ബാസ്ക്കറ്റിൽ ഷെയർസ് ഒന്നുമില്ല, ഞാൻ ഓൾറെഡി വിറ്റു. പിന്നീട് 45 രൂപ വാങ്ങിച്ചു. അപ്പോൾ ഇത് നള്ളിഫൈ ചെയ്ത് പോയി. പക്ഷേ 5 രൂപ വരുന്നത് എൻ്റെ പ്രോഫിറ്റ് ആയിട്ട് എനിക്ക് കിട്ടും. ഞാൻ വിറ്റത് 50 രൂപയ്ക്കും
വാങ്ങിച്ചത് 45 രൂപയ്ക്കും ആയതുകൊണ്ട്. പക്ഷേ ഇതിൽ ചെയ്യുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം വിൽക്കുന്നു, വിറ്റ ശേഷമാണ് വാങ്ങിക്കുന്നത്. ഇൻ കേസ് ഇത് പ്രൈസ് 45 എന്നുള്ള 5 രൂപ വെച്ച് എനിക്ക് ലോസ് വരും. അതാണ് ഷോർട്ട് സെല്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്യൂരിറ്റീസ് ലെൻഡിങ് ആൻഡ് ബോറോയിങ്, അത് ഷോർട്ട് സെല്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് സെല്ലിംഗിൽ ഉണ്ടാവുന്ന പോരായ്മകൾ. സ്കീം ദാറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ടു എനേബിൾ സെറ്റിൽമെന്റ് ഓഫ് സെക്യൂരിറ്റി സോൾഡ് ഷോർട്ട്. Security lending and borrowing enable lending of ideal securities by the investors through a clearing corporation or clearing house of stock exchange to earn return to the same. For securities lending and borrowing system, clearing corporation or clearing house of stock exchange will be the nodal agency and would be registered as approved intermediary. അതായത് ഇപ്പോൾ നമ്മൾ ഈ 320 കഴിഞ്ഞിട്ടും നമ്മൾ ഷെയർസ് വാങ്ങിച്ചില്ല, ഓൾറെഡി നമ്മൾ വിറ്റു. വിൽക്കുമ്പം അതായത് ഒരു പർട്ടിക്കുലർ ബയ്യർ ആണല്ലോ ഇത് വാങ്ങിക്കുന്നത്. ആ വാങ്ങിച്ച ബയ്യർക്ക് ആക്ച്വലി നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഷെയർ ആണ് നമ്മൾ വിറ്റത്. അത് എൻഡ് ഓഫ് ദി ഡേ സെറ്റിൽമെന്റിന്റെ സമയത്ത് ക്ലിയറിംഗ് കോർപ്പറേഷൻ അവരുടെ കയ്യിൽ നിന്ന് ഈ ഷെയർ എടുത്ത് കൊടുക്കും. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇതിനുള്ള ഫൈൻസ് പെനാൽറ്റി അടക്കം ഈടാക്കും. ഷോർട്ട് സെല്ലിംഗ്. ഡേ ട്രേഡിംഗ്, ഇൻട്രാഡേ ട്രേഡിംഗ് ആണ്. ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട്, ബെനിഫിഷ്യൽ അക്കൗണ്ട്, ക്ലയന്റ് അക്കൗണ്ട് എന്താണെന്നുള്ളത്. ഇത് ആണ് BSEയുടെ ഒരു വെബ്സൈറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ കാണിച്ചാണ്. BSE എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സൈറ്റ് ഇതാണ്. അപ്പോൾ അവിടെ സെർച്ച് ബാറിൽ നമുക്ക് ഏത് കമ്പനിയാണോ വേണ്ടത് അതിനെ സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ HDFC സെർച്ച് ചെയ്ത് വെച്ചപ്പോൾ ആ പേരിലുള്ള എല്ലാം വന്നതാണ്. അതിൽ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പേജ് വരുന്നത്. ആ പേജിൽ കറണ്ട് പ്രൈസ് എത്രയാണെന്നുള്ളത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഇൻഫർമേഷൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും. ഇത് NSEയുടെ സൈറ്റാണ്. ഇതിൽ സെർച്ച് ബൈ കമ്പനി നെയിം എന്നുള്ള അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ പേര് നമുക്ക് കിട്ടും. ഇതാണ് നിഫ്റ്റി 50, നിഫ്റ്റി നെക്സ്റ്റ് 50, നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡീസസ്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്. ഇപ്പോൾ ഇത്രയാണ് ഈ സെക്ഷനിലുള്ളത്. BSE NSE എന്താണെന്നുള്ളത്, സെക്കൻഡറി മാർക്കറ്റിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത്, അതാണ് മെയിനായിട്ട് വരുന്നത്. ബാക്കി കൂടുതലായിട്ട് നെക്സ്റ്റ് സെക്ഷനിൽ നോക്കാം.